പഴയ ചായക്കടക്കാരനോടും കോരന്റെ മകനോടും ഇന്ത്യൻ ജനതയ്ക്ക് പറയുവാനുള്ളത്. തുടർഭരണം കൊണ്ടുണ്ടായ മതിഭ്രമം മൂലം താൻ രാജാവാണെന്നും ജനങ്ങൾ വെറും അടിമകളാണെന്നും ദൈവമാണ് തങ്ങളെ ഈ പദവിയിലേക്ക് ഉയർത്തുന്നതെന്നും തങ്ങളെ താഴെ ഇറക്കുവാൻ മനുഷ്യനാൽ അസാധ്യമാണ് എന്ന രൂഢമായ ചിന്തയുണ്ടായിരുന്ന നേതാക്കളെ തിരഞ്ഞെടുപ്പിലൂടെ ചെവിയിൽ തൂക്കിയെടുത്ത് പുറത്തു കളഞ്ഞ നിരവധി സംഭവങ്ങൾ ഇന്ത്യൻ ജനാധിപത്യ ചരിത്രത്തിൽ നമുക്ക് ദർശിക്കുവാൻ സാധിക്കും. തുടർഭരണം നൽകിയ ലഹരിയിൽ മത്തുപിടിച്ച് നിലമറന്ന് പ്രവർത്തിച്ച രണ്ട് നേതാക്കൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന രണ്ട് രൂപങ്ങളാണ് നരേന്ദ്രമോദിയും പിണറായി വിജയനും. കാവിക്കും ചുവപ്പിനും രണ്ട് കളറാണെങ്കിലും ഇവരുടെ സത്വം ഏതാണ്ട് ഒരുപോലെയാണ്. കുടുംബ പശ്ചാത്തലവും രാഷ്ട്രീയത്തിലേക്കുള്ള വരവും പ്രവർത്തന ശൈലിയും അധികാരം ലഭിച്ചു കഴിഞ്ഞപ്പോൾ വന്ന മാറ്റവും തുടർന്ന് തിരഞ്ഞെടുപ്പിൽ ലഭിച്ച തിരിച്ചടികൾക്കും വരെ വളരെ സമാനതകൾ ഉണ്ട്. ഇത്തരക്കാർ എത്ര പണം സമാഹരിച്ചാലും, എത്ര അധികാരം കൈയടക്കിയാലും, ഏതൊക്കെ ഭരണഘടനാ സ്ഥാപനങ്ങളെ വരുതിയിലാക്കിയാലും, എന്തൊക്കെ സഖ്യമുണ്ടാക്കിയാലും തങ്ങളെ തകർക്കാനാവില്ലെന്ന് ഇന്ത്യൻ ജനത ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു ഇക്കഴിഞ്ഞ ലോക്സഭാ വിധിയെഴുത്തിലൂടെ. ഇവരുടെ അമിത ആത്മവിശ്വാസത്തിനും അഹന്തയ്ക്കുമുള്ള മറുപടിയാണ് ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ഫലം. തിരഞ്ഞെടുപ്പ് ഫലം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതിന് ശേഷം ജൂൺ 4 വൈകിട്ട് ഡൽഹിയിൽ BJP ആസ്ഥാനത്ത് നരേന്ദ്രമോദി BJP പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത ദൃശ്യങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളതൊന്ന് കാണുക തന്നെ വേണം. തീർത്തും വ്യത്യസ്തനായ ഒരു മോദിയെയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ എന്ന് സ്വയം വിശ്വസിക്കുന്ന, ഇനി ഇന്ത്യയുടെ ഭാവി തൻ്റെ കൈകളിലെന്ന് വിളിച്ചു പറയുന്ന, 543 മണ്ഡലങ്ങളിലെയും NDAയുടെ സ്ഥാനാർത്ഥികളുടെ ശബ്ദം താനാണെന്ന് കരുതുന്ന, എന്തിനും ഏതിനും സ്വന്തം ഗ്യാരണ്ടി മതിയെന്ന് വിളിച്ചു പറയുന്ന, താൻ ചക്രവർത്തിയും മറ്റുള്ളവർ പ്രജകളുമെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ കല്ലിൽ കോറിയിടുന്നത് പോലെ ഘോഷിക്കുന്ന മോദിയെ അന്ന് നമുക്കവിടെ കാണുവാൻ കഴിഞ്ഞില്ല. മുഖം ക്ഷീണിതനായിരുന്നു, വാക്കുകളിൽ തീ പാറുന്നുണ്ടായിരുന്നില്ല. ആത്മവിശ്വാസത്തിൻ്റെ അവസാന രൂപമെന്ന് വിശേഷിക്കപ്പെട്ടിരുന്ന ആ ശരീരഭാഷ അപ്രത്യക്ഷമായിരുന്നു. NDA ഇനിയും വലിയ തീരുമാനങ്ങൾ എടുക്കുമെന്ന് മോദി അനുയായികളോട് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ആ വാക്കുകളിൽ മോദിക്ക് പോലും സ്വയം വിശ്വാസം ഇല്ലാത്തതുപോലെയാണ് അന്ന് അനുഭവപ്പെട്ടത്. സ്വന്തം നിലയ്ക്ക് ഭൂരിപക്ഷം നേടാനാവാതെ പോയ ഒരു പാർട്ടിയുടെ നേതാവ് നേരിടുന്ന അരക്ഷിതാവസ്ഥ മോദിയുടെ മുഖത്തും വാക്കുകളിലും ആ ശരീരഭാഷയിലും പ്രകടമായിരുന്നു. ഇന്ത്യ എന്ന യാഥാർത്ഥ്യത്തോട് മുഖാമുഖം നിൽക്കെ മോദിയിൽ സംഭവിച്ച രൂപാന്തരം കാണാതിരിക്കുവാൻ സാമാന്യ രാഷ്ട്രീയ ബോധമുള്ളവർക്ക് ആകുമായിരുന്നില്ല. ഒരു അവതാര പുരുഷനെയല്ല, മജയും മാംസവുമുള്ള തിരിച്ചടികളിൽ ഉലഞ്ഞു പോകുന്ന ഒരു സാധാരണ മനുഷ്യരെയാണ് ചൊവ്വാഴ്ച BJP ആസ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിച്ചത്. ചിതറിക്കിടന്ന പാർട്ടികളെയെല്ലാം ചേർത്ത് ഇന്ത്യ എന്നൊരു സഖ്യത്തെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ചപ്പോൾ അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൂന്നാം വരവിനോ NDAയുടെ തുടർച്ചയ്ക്കോ വലിയ വെല്ലുവിളിയാകുമെന്ന് അധികമാരും പ്രതീക്ഷിച്ചിരുന്നില്ല. മോദി പ്രഭാവം രാജ്യത്താകമാനം അത്ര കണ്ട് പടർന്നു പന്തലിച്ചിരുന്ന സമയത്തായിരുന്നു ഇന്ത്യയുടെ വരവ്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ 1ാം ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായതിനു പിന്നാലെ അതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന വികസന മന്ത്രം മാറ്റി വർഗീയ വിദ്വേഷ പ്രസംഗങ്ങളുമായി പ്രധാനമന്ത്രി തന്നെ രംഗത്തെത്തിയതോടെ BJP ക്യാമ്പ് പോലും അപകടം മണത്തു. തുടർന്നുള്ള ഓരോ ഘട്ടങ്ങളിലും പ്രചരണ വിഷയങ്ങളും ആരോപണങ്ങളും മാറി മാറി വന്നു. എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നപ്പോഴാകട്ടെ എല്ലാം NDAയ്ക്ക് അനുകൂലം. ഇന്ത്യ മുന്നണിക്ക് 100 സീറ്റ് കഷ്ടി കിട്ടിയാലെന്നായിരുന്നു പ്രചരണങ്ങളിലേറെയും. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ എക്സിറ്റ് പോൾ സ്കാമാണ് പിന്നെ നടന്നത്. എന്നാൽ വോട്ടെണ്ണൽ ദിനം സാക്ഷിയായത് അപ്രതീക്ഷിത സംഭവങ്ങൾക്ക്. NDAയ്ക്ക് ഈസി വാക്ക് ഓവർ എന്ന് പ്രവചിച്ച പ്രമുഖ ഏജൻസികളുടെയും ചാനലുകളുടെയും എക്സിറ്റ് പോളുകളെല്ലാം നിഷ്പ്രഭമായി. വോട്ടെണ്ണലിൻ്റെ ഒരു ഘട്ടത്തിൽ NDAയോ ഇന്ത്യയോ എന്ന ചോദ്യവും വരെ TV ചാനലുകളുടെ ബ്രേക്കിംഗ് ടിക്കറുകളിൽ ഇടം നേടി. അവസാന വിജയം NDAയ്ക്കൊപ്പം നിന്നെങ്കിലും ആ ജയം തികച്ചും നിറമങ്ങിയ ഒന്നായി മാറുകയായിരുന്നു. NDAയുടെ വിജയത്തിനൊപ്പം ഇന്ത്യ മുന്നണിയുടെ മുന്നേറ്റവും രാജ്യം നന്നായി ആഘോഷിച്ചു. ഇതേപോലെ തന്നെ മോദി സർക്കാർ നേരിട്ടതിനേക്കാൾ വലിയ തിരിച്ചടിയാണ് കേരളത്തിൽ പിണറായി സർക്കാരിന് നേരിടേണ്ടി വന്നത്. കനത്ത തിരിച്ചടിയുടെ ആഘാതത്തിൽ തളർന്നുപോയ മുഖ്യമന്ത്രി പിണറായി ഒന്ന് പ്രതികരിക്കുന്നതിന് ഒരു ദിവസം എടുത്തു. 3 കൊല്ലം മുമ്പ് 99 സീറ്റുകളിലെ വിജയവുമായി ഇടതുമുന്നണി കേരളത്തിൽ അധികാരം നിലനിർത്തിയപ്പോൾ അതൊരു ചരിത്ര നേട്ടമായിരുന്നു. ആ മഹിമയും പ്രഭാവവും ഇപ്പോൾ പ്രളയത്തിലെന്ന പോലെ ഒലിച്ചു പോയിരിക്കുന്നു. എത്ര വലിയ ജനമതിയും ഒരാളെ അഹങ്കാരിയാക്കരുത്. കറുത്ത മാസ്ക് ധരിക്കുന്നത് പോലും തനിക്കെതിരെയുള്ള പ്രതിഷേധമാണെന്ന് കരുതുന്നവർ, മൈക്ക് ഹൗൾ ചെയ്യുന്നതിന് പോലും കേസെടുക്കുന്നവർ, ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളാണ് മറക്കുന്നതും
തിരസ്കരിക്കുന്നത്. ജീവിതത്തിൽ എന്ന പോലെ രാഷ്ട്രീയത്തിലും ഒന്നും ശാശ്വതമല്ല. തെലുങ്ക് ദേശം നേതാവ് ചന്ദ്രബാബു നായിഡുവിൻ്റെ തിരിച്ചുവരവ് നോക്കൂ. കഴിഞ്ഞ 5 വർഷങ്ങളിൽ നായിഡു ദേശീയ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒരിടത്തും ഉണ്ടായിരുന്നില്ല. ഒരു ചർച്ചയിലും ഒരു പൊതുപരിപാടിയിലും നായിഡുവിൻ്റെ പേര് നാം കേൾക്കുകയുണ്ടായിരുന്നില്ല. ആരും അദ്ദേഹത്തെ തിരക്കിയതുമില്ല. പ്രസക്തി നഷ്ടപ്പെട്ട ഒരു പഴയ ഫോട്ടോ പോലെ നായിഡു മുഖ്യധാരാ മാധ്യമങ്ങളുടെ ആർക്കൈവ്സിൽ പൊടിപിടിച്ച് കിടന്നു. ആ നായിഡുവാണ് ഇന്നിപ്പോൾ BJPയോട് വിലപേശുന്നത്. ആ നായിഡുവാണ് ഇന്നിപ്പോൾ NDAയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ വരെ തീരുമാനിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നത്. ഈ പ്രകൃതി സത്യമാണ് നരേന്ദ്രമോദി മറന്നുപോയത്. 2001 ഗുജറാത്തിൽ നിന്നും തുടങ്ങിയ അധികാരയാത്രയിൽ സ്വയം അഭിരമിച്ചപ്പോൾ ആദിയും മന്ദവും ആൽഫയും ഒമേഗയും താൻ തന്നെയാണെന്ന് മോദി ധരിച്ചു വശായി. ഈ ധാരണയാണ് ചൊവ്വാഴ്ച ഇന്ത്യൻ ജനത പൊളിച്ച് കയ്യിൽ കൊടുത്തത്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന ഭരണഘടന എടുത്തു പറയുന്ന ജനസമൂഹം മോദിക്ക് നേരെ യാഥാർത്ഥ്യത്തിന്റെ കണ്ണാടി ഉയർത്തിക്കാട്ടി. ഇതാ ഇത്രയുള്ളൂ ഏതൊരു നേതാവുമെന്ന്. മോദിക്കും പിണറായിക്കും മുഖാമുഖം നിന്നുകൊണ്ട് ഇന്ത്യയിലെ വോട്ടർമാർ അർത്ഥസംഖ്യക്കിടയില്ലാതെ വ്യക്തമാക്കി. ഏത് 56 ഇഞ്ച് നെഞ്ചുള്ളവനെയും വിറപ്പിക്കുവാൻ ഇവിടുത്തെ ജനങ്ങളുടെ ഈ ഒരു വിരൽ മതി. അവർ അത് തെളിയിച്ചു കൊടുത്തു. എല്ലാ അർത്ഥത്തിലും ഈ ജനവിധി സന്തോഷകരമാണ്. എത്ര വലിയ ആളായാലും അയാൾക്ക് മീതെയാണ് നിയമമെന്ന് പറയാറുണ്ട്. ജനാധിപത്യത്തിൽ വിശുദ്ധ പശുക്കളില്ല. ഏറ്റവും പരിപാവനമെന്ന് കരുതുന്ന ഭരണഘടനയും കാലാനുസൃതമായി പുതുക്കപ്പെടുന്നതും ഭേദഗതി ചെയ്യപ്പെടുന്നതും അതുകൊണ്ടാണ്. ജനങ്ങൾ കയറൂരി വിട്ടിരുന്നെങ്കിൽ ഇത്തവണ ആ ഭരണഘടന തന്നെ പരിപൂർണമായി മാറ്റിയെഴുതപ്പെടുമായിരുന്നു. അങ്ങനെ സംഭവിക്കാതിരിക്കുവാൻ ജനങ്ങൾ രൂപീകരിച്ച മോഡറേറ്ററാണ് ഇന്ത്യ സഖ്യം. ഏക പാർട്ടി ഭരണവും ഏക നേതാവും ജനാധിപത്യത്തിന് ഉയർത്തുന്ന വെല്ലുവിളികൾ ലോക ചരിത്രത്തിൽ മാത്രമല്ല ഇന്ത്യൻ ജനാധിപത്യ സംവിധാനത്തിലും നാം ധാരാളം കണ്ടിട്ടുണ്ട്. അവയുടെ തകർച്ചയ്ക്കും നാം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷങ്ങളിൽ BJP എന്ന പാർട്ടി ഒരു നേതാവിൻ്റെ മുഖവും ശബ്ദവുമായി അപജയപ്പെട്ടപ്പോൾ അത് ഇന്ത്യൻ ജനാധിപത്യത്തിന് ഏൽപ്പിച്ച പരിക്കുകൾ വളരെ ആഴത്തിലുള്ളതായിരുന്നു. ആക്സിഡന്റൽ പ്രധാനമന്ത്രിയായിരുന്നെങ്കിൽ പോലും മൻമോഹൻ സിംഗിന് ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ച് കൃത്യമായൊരു ദർശനമുണ്ടായിരുന്നു. ജനാധിപത്യ ബോധമുണ്ടായിരുന്നു. 2004-നും 2011-നും ഇടയിൽ 2008-ലെ സാമ്പത്തിക മാന്ദ്യ കാലയളവ് ഒഴിച്ചു നിർത്തിയാൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച 8.5% എന്നത് ഓർക്കുക തന്നെ വേണം. ഈ കാഴ്ചപ്പാടിന് ജനാധിപത്യത്തിന്റെ ഉറച്ച അടിത്തറ നൽകിയത് മന്ത്രിസഭയുടെ കൂട്ടുകക്ഷി സ്വഭാവമായിരുന്നു എന്നതാണ് വിസ്മരിക്കാനാവാത്ത മറ്റൊരു കാര്യം. തൊഴിലുറപ്പ് പദ്ധതിയായാലും വിവരാവകാശ നിയമമായാലും വിദ്യാഭ്യാസത്തിനുള്ള അവകാശമായാലും മൻമോഹൻ സിംഗ് സർക്കാരിനെ ജനാധിപത്യത്തിന്റെ ഭാസുരമായ വെള്ളിവെളിച്ചത്തിൽ നിർത്തിയത് അതൊരു ഏക പാർട്ടി ഏക വ്യക്തി കേന്ദ്രീകൃത ഭരണമായിരുന്നില്ല എന്നതുകൊണ്ടാണ്. എന്നാൽ 2014 മോദി സർക്കാർ അധികാരത്തിലെത്തിയതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. NDA സർക്കാർ എന്നായിരുന്നു പേരെങ്കിലും ഭരണം എല്ലാ അർത്ഥത്തിലും BJP തന്നെയായിരുന്നു. സഖ്യകക്ഷികൾ മാത്രമല്ല BJPയിലെ സഹപ്രവർത്തകർ പോലും മോദിക്ക് മുന്നിൽ സാമന്തന്മാരായി. തരം കിട്ടിയാൽ സഖ്യകക്ഷികളെ എങ്ങനെ ദുർബലപ്പെടുത്താം എന്നതായിരുന്നു BJPയുടെ അജണ്ട. 2014 ഇന്ദ്രപ്രസ്ഥം കൈയടക്കുന്നതുവരെ ഫെഡറലിസത്തിന്റെ ഏറ്റവും ശക്തനായ വക്താവായിരുന്നു മോദി. സംസ്ഥാനങ്ങളുടെ അധികാരങ്ങളും അവകാശങ്ങളും കേന്ദ്രം കയ്യേറുന്നതിനെതിരെ ഘോരഘോരം പ്രസംഗിച്ച മുഖ്യമന്ത്രി. സംസ്ഥാനങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ആശ്രിതരല്ലെന്നതിൽ മുഖ്യമന്ത്രിയായിരുന്ന മോദിക്ക് അന്ന് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. കരുതലെടുക്കുന്നില്ലെങ്കിൽ അധികാരം ആരുടെയും നിലതെറ്റിക്കും. പ്രധാനമന്ത്രി പദമെന്ന പരമോന്നത അധികാര കേന്ദ്രത്തിലെത്തിയപ്പോൾ മോദി ഫെഡറലിസത്തിന്റെ ആന്തരിക സത്ത മറന്നു. 2016 നവംബർ 8-ന് മോദി സർക്കാർ പ്രഖ്യാപിച്ച ഏകപക്ഷീയ നോട്ട് നിരോധനം ഈ മറവിയുടെ ശക്തമായൊരു സൂചനയായിരുന്നു. രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ സാരമായി ബാധിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്ന ഈ നടപടിക്ക് മുമ്പ് ഒരു സംസ്ഥാനമായും ഒരു തരത്തിലുള്ള കൂടിയാലോചനകളും ഉണ്ടായില്ല. ജനാധിപത്യം ആവശ്യപ്പെടുന്നത് കൂടിയാലോചനകളും ചർച്ചകളുമാണെന്ന സർക്കാരിയ കമ്മീഷന്റെ വിലയിരുത്തൽ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. ഫലത്തിൽ ഏകപാർട്ടി ഭരണമായിരുന്നതുകൊണ്ട് മാത്രമാണ് നോട്ട് നിരോധനം പോലൊരു കടുംവെട്ട് നടത്തുവാൻ മോദിക്കായത്. തീർത്തും അശാസ്ത്രീയമായ വിധത്തിൽ GST പ്രയോഗത്തിൽ കൊണ്ടുവരാനും മോദി സർക്കാരിന് കഴിഞ്ഞത് ഏകപാർട്ടി ഭരണം നൽകിയ അധികാരത്തിന്റെ പിൻബലത്തിലാണ്. 2019 വമ്പിച്ച ഭൂരിപക്ഷത്തോടെ കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയ മോദി സർക്കാർ കൂടുതൽ ശക്തിയാർജിക്കുകയും അക്ഷരാർത്ഥത്തിൽ ഒരു ബിഗ് ബ്രദറായി മാറുകയും ചെയ്യുന്നതാണ് പിന്നീട് രാജ്യം കണ്ടത്. 370-ാം വകുപ്പ് നിർവീര്യമാക്കി ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി എടുത്തു കളഞ്ഞത് ഈ വഴിക്കുള്ള നീക്കമായിരുന്നു. സംസ്ഥാനങ്ങളുമായി കൂടിയാലോചന നടത്താതെ വെറും 4 മണിക്കൂർ മാത്രം മുൻകൂർ നോട്ടീസ് നൽകി ദേശമെമ്പാടും നടപ്പിലാക്കിയ ലോക്ക്ഡൌൺ അധികാരത്തിന്റെ ഏകപക്ഷീയമായ പ്രദർശനമായിരുന്നു. കാർഷിക നിയമങ്ങളും CAAയും കൊണ്ടുവന്നതും തികച്ചും ഏകപക്ഷീയമായിട്ടായിരുന്നു. ഭരണം നിലനിർത്തുന്നതിൽ ഏതെങ്കിലും സഖ്യകക്ഷികളുടെ പിന്തുണ അനിവാര്യമായിരുന്നെങ്കിൽ ഇത്തരം ഒരു ജനാധിപത്യ നിഷേധങ്ങളെക്കുറിച്ച് മോദി സർക്കാരിന് ആലോചിക്കുവാൻ പോലും ആവില്ലായിരുന്നു. കേജ്രിവാളിനെ ജയിലിലാക്കിയത് മറ്റൊരു ഉദാഹരണം. രസകരമായ മറ്റൊരു കാര്യം, സഖ്യകക്ഷികളെയും സംസ്ഥാന സർക്കാരുകളെയും മാത്രമല്ല നരേന്ദ്രമോദി വരച്ച വരയിൽ നിർത്തുവാൻ ശ്രമിച്ചതെന്നാണ്.
BJPക്ക് ഒരു തറവാടുണ്ടെങ്കിൽ അത് നാഗ്പൂർ ആസ്ഥാനമായുള്ള രാഷ്ട്രീയ സ്വയംസേവക് സംഘമാണ്. RSSനെയും അതിൻ്റെ അത്യുന്നത നേതാവിനെയും തൻ്റെ നിയന്ത്രണത്തിലേക്ക് മോദി കൊണ്ടുവരുന്ന കാഴ്ചയാണ് ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ ഇന്ത്യ കണ്ടത്. അഹമ്മദാബാദിൽ സർദാർ പട്ടേൽ സ്റ്റേഡിയം തൻ്റെ പേരിലേക്ക് മാറ്റുന്നതിൽ മോദിക്ക് യാതൊരു മടിയും ഉണ്ടായില്ല. പുതിയ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന് വിളിക്കപ്പെട്ടപ്പോൾ അങ്ങനെയല്ലെന്നും ഇന്ത്യക്കൊരു രാഷ്ട്രപിതാവ് മാത്രമേ ഉള്ളൂവെന്നും അത് മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയാണെന്നും തിരുത്തുവാൻ മോദി മുന്നോട്ട് വന്നില്ല. 2014 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വന്നപ്പോഴും അതെല്ലാം തലകുലുക്കി ആസ്വദിക്കുന്ന നേതാവായി മോദി മാറി. എല്ലാ നേട്ടങ്ങളും അതിപ്പോൾ ചന്ദ്രയാനായാലും മംഗളയാനായാലും ഒളിമ്പിക്സിലെ സ്വർണ്ണ മെഡലായാലും രാജ്യവും ശക്തിയും മഹത്വവും മോദിക്ക് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞപ്പോഴും അതൊന്നും ചോദ്യം ചെയ്യാനോ തിരുത്തുവാനോ ആരുമുണ്ടായില്ല. മഴക്കാറുകളുള്ളപ്പോൾ യുദ്ധവിമാനങ്ങൾ സഞ്ചരിച്ചാൽ അവ റഡാറുകളുടെ ദൃഷ്ടിയിൽപ്പെടില്ല. കൊറോണയെ പാത്രം കൊട്ടി ഓടിക്കാൻ തുടങ്ങിയ വങ്കത്തരങ്ങൾ വിളിച്ചു പറയുവാനും മോദിക്ക് കഴിഞ്ഞു. വസ്തുതകൾക്ക് പകരം കടങ്കഥകൾ വാഴ്ത്തപ്പെട്ടു. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ അടിത്തറ സുഭദ്രവും സുശക്തവുമാണ് എന്ന് ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം അഷ്ടബന്ധമിട്ട് ഉറപ്പിക്കുന്നു. ഗാന്ധിജിയെ പോലെയുള്ള മഹാത്മാക്കളുടെ രക്തത്തിൽ പടുത്തുയർത്തപ്പെട്ട അടിത്തറയാണിത്. അങ്ങനെ ഇത് ദുർബലമാക്കുവാൻ ഒരു ശക്തിക്കും എളുപ്പത്തിൽ കഴിയില്ല. എത്ര വലിയ ഭരണാധികാരിയും ഒരിക്കലും മറക്കരുതാത്ത ഒരു പാഠവുമാണിത്. 1947 ഇന്ത്യ എടുത്ത ഒരു തീരുമാനമുണ്ട്. മതേതരത്വത്തിൻ്റെയും ബഹുസ്വരതയുടെയും വഴിയിലൂടെ നീങ്ങുവാനുള്ള തീരുമാനം. പാകിസ്ഥാനെ പോലെ മതരാഷ്ട്രമാവില്ല എന്ന തീരുമാനം. അന്ന് മതേതര രാജ്യത്ത് തുടരുവാനാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ നിലപാടെടുത്തത്. പാകിസ്ഥാൻ മാത്രമല്ല, മക്കയും മദീനയും ഇന്ത്യക്കെതിരെ യുദ്ധത്തിന് വന്നാൽ അതിനെതിരെ ഇന്ത്യക്കായി പൊരുതുമെന്ന് പറഞ്ഞ ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിലിനെയും CH മുഹമ്മദ് കോയയെയും പോലുള്ളവർ ജിന്നയെയല്ല ഗാന്ധിജിയെയാണ് സ്വന്തം നേതാവായി കണ്ടത്. ഈ മുസ്ലിം സമൂഹത്തെയാണ് മോദിയും BJPയും അന്യവൽക്കരിക്കുവാൻ ശ്രമിച്ചത്. 14% വരുന്ന ഒരു ജനസമൂഹം അവർ പിറന്നു വീണ നാട്ടിൽ ഒറ്റപ്പെടുന്നത് ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ അന്തസത്തയുടെ നിഷേധവും നിരാകരണവുമായിരുന്നു. മുൻ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി GK പിള്ള ഒരു അഭിമുഖത്തിൽ ചൂണ്ടിക്കാട്ടിയത് ഈ ഘട്ടത്തിൽ നാം ഓർക്കുക തന്നെ വേണം. ജമ്മു കാശ്മീരിൽ ഏറി വന്നാൽ 2000 തീവ്രവാദികളാണുള്ളതെന്നും അവരെ നേരിടുവാൻ 2 ലക്ഷം പട്ടാളക്കാരെ വിന്യസിപ്പിക്കേണ്ടി വന്നിട്ടുണ്ടെന്നും GK പിള്ള പറഞ്ഞു. മോദി സർക്കാരിൻ്റെ ഒറ്റപ്പെടുത്തലിൽ സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിൽ ഒരു ചെറിയ ഭാഗമെങ്കിലും തീവ്രവാദത്തിലേക്ക് തിരിഞ്ഞാൽ പലസ്തീൻ ഇസ്രായേൽ സംഘർഷം പോലൊന്ന് ഇന്ത്യയിൽ ഉടലെടുത്തേക്കുമെന്നും അങ്ങനെ ഇന്ത്യ നിതാന്തമായ സംഘർഷഭൂമികയായി പരിണമിച്ചേക്കുമെന്ന ഭീതിയാണ് GK പിള്ള തൻ്റെ അഭിമുഖത്തിൽ പങ്കുവച്ചത്. ഈ ഭീതിക്കാണ് ഇന്നിപ്പോൾ ഇന്ത്യൻ ജനത മറുപടി കൊടുത്തിരിക്കുന്നത്. രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന അയോധ്യയിൽ BJPയെ തറപറ്റിച്ചുകൊണ്ട് വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വിഘടനത്തിൻ്റെയും പ്രത്യയശാസ്ത്രം ഇവിടെ വേണ്ടെന്നുള്ള സുവ്യക്തമായ സന്ദേശമാണ് 2024 ജനവിധിയുടെ കാതൽ. ഇതിൽ നിന്നെങ്കിലും അവർ ഒരു പാഠം പഠിക്കുമോ? ഭരണകൂടത്തെ പേടിക്കുന്ന ജനത ജനാധിപത്യമില്ലായ്മയുടെ സൃഷ്ടിയാണ്. മോദി ഭരണകൂടം ഇന്ത്യയിൽ സൃഷ്ടിച്ചത് ഭീതിയുടെ അന്തരീക്ഷമാണ്. വിമർശിക്കുന്നവരെയും വിയോജിക്കുന്നവരെയും അവർ വേട്ടയാടി. അർബൻ നക്സലുകൾ എന്ന് വിളിച്ച് വയോധികനായ ഫാദർ സ്റ്റാൻ സ്വാമിയെയും സുധാ ഭരദ്വാജിനെയും വരവര റാവുവിനെയും പോലെയുള്ളവരെ തുറങ്കലിലടച്ചു. UPA എന്ന കിരാത നിയമത്തിൻ്റെ രക്തസാക്ഷിയായി ഫാദർ സ്റ്റാൻ സ്വാമി ഈ ലോകത്തു നിന്ന് തന്നെ വിട പറഞ്ഞു. സിദ്ദിഖ് കാപ്പനെയും പ്രബീർ പുർക്കായസ്തയും പോലെയുള്ള പത്രപ്രവർത്തകർ ജയിലിൽ അടയ്ക്കപ്പെട്ടു. നിരവധി പത്രപ്രവർത്തകരുടെ ഫോണുകളും ലാപ്ടോപ്പുകളും പിടിച്ചെടുക്കപ്പെട്ടു. തങ്ങൾക്കെതിരെ ശബ്ദിക്കുന്നവരെ നേരിടുവാൻ CBIയെയും EDയെയും പോലെയുള്ള അന്വേഷണ ഏജൻസികളെ ദുരുപയോഗിച്ചു. ഇഷ്ടമില്ലാത്ത MPമാരെ അയോഗ്യരാക്കി, സസ്പെൻഡ് ചെയ്തു. ഭാവി ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയാകുവാൻ പൊട്ടൻഷ്യലുള്ള രാഹുൽ ഗാന്ധിയെ നശിപ്പിക്കുവാൻ തുടക്കം മുതൽ തന്നെ ശ്രമിച്ചു. ആ രാഹുൽ ഗാന്ധി ഇത്തവണ പ്രതിപക്ഷ നേതാവായി മോദിയുടെ എതിർവശത്തിരിക്കും എന്നതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ മറ്റൊരു ബ്യൂട്ടി. ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലായ പാർലമെന്റിനെ വെറും നോക്കുകുത്തിയാക്കി. ഈ വൃത്തികേടുകൾക്കാണ് ഇന്ത്യൻ ജനത കൃത്യമായ മറുപടി ഇത്തവണ കൊടുത്തിരിക്കുന്നത്. എന്തൊരു വലിയ വീഴ്ചയാണ് മോദിയുടേതെന്ന് കാണാതിരിക്കാനാവില്ല. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച മോദി നടത്തിയ പ്രസംഗത്തിലെ ഊന്നൽ NDAയും ഭരണഘടനയും എല്ലാവരും ഉൾക്കൊള്ളേണ്ടതിൻ്റെ ആവശ്യകതയായിരുന്നു. ഞാൻ എന്ന ഭാവത്തിൽ നിന്ന് നമ്മൾ എന്ന തിരിച്ചറിവിലേക്ക് മോദി ഇപ്പോൾ എത്തിയിട്ടുണ്ടെങ്കിൽ അതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ വിജയം. ഇനിയിപ്പോൾ ഏകപക്ഷീയമായി ഒരു സംഗതിയും NDA സർക്കാരിന് നടപ്പിലാക്കാനാവില്ല. സമവായം എന്താണെന്ന് മോദി സർക്കാർ തിരിച്ചറിയുന്ന ദിനങ്ങളാണ് വരാനിരിക്കുന്നത്. ഒരാളോടും ചർച്ച ചെയ്യാതെ കൊണ്ടുവന്ന CAAയും NRCയും അഗ്നിവീറുമൊക്കെ ഇനി BJPക്ക് അട്ടത്തേക്ക് എടുത്ത് മാറ്റിവെക്കേണ്ടി വരും. ഏക സിവിൽ കോഡ് എന്ന സുവർണ സങ്കല്പം മോഹമായി തുടരും. രാജ്ഭവനുകൾ കേന്ദ്രത്തിൻ്റെ അധികാര പ്രദർശനശാലകളായത് പഴങ്കഥയാവും. ആരിഫ് മുഹമ്മദ് ഖാനും RN രവിയും
CV ആനന്ദബോസുമൊക്കെ ഭരണഘടനയെയും സംസ്ഥാന സർക്കാരുകളെയും മാനിക്കുവാൻ തുടങ്ങും. തെരുവിലെ ദാദാഗിരി എടുക്കുവാൻ ഇനി പേടിക്കും. മോദിയുടെ വിഘടന രാഷ്ട്രീയത്തിന് ബദലായി ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസും സഖ്യകക്ഷികളും നടത്തിയ പോരാട്ടവും ഈ സവിശേഷ ഘട്ടത്തിൽ നാം സ്മരിക്കേണ്ടതുണ്ട്. ഭരണഘടനയും ജനാധിപത്യ മൂല്യങ്ങളും വ്യാപകമായി പരാമർശിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഇത്തവണത്തേത്. 1977 പോലെ ഇക്കുറിയും ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾ ജനാധിപത്യത്തിനായി അത്യധികം കരുതലോടെ അവരുടെ വോട്ടവകാശം വിനിയോഗിച്ചു. ഓർക്കുക, ജനാധിപത്യത്തിൽ ഏറ്റവും പരമോന്നത സ്ഥാപനം ജനങ്ങൾ തന്നെയാണ്. പല മണ്ഡലങ്ങളിലും BJPക്കെതിരെ സ്ഥാനാർത്ഥികൾ പോലുമില്ലാത്ത അവസ്ഥയുണ്ടായി. ചണ്ഡീഗഡിലെ മേയർ തെരഞ്ഞെടുപ്പ് നമുക്ക് മറക്കാനാവുമോ? ജനാധിപത്യത്തിൻ്റെ മരണമണി മുഴങ്ങുകയാണെന്ന പ്രതീതി ഉയർന്നു. അപ്പോൾ ഒരിക്കൽ കൂടി ജനങ്ങൾ അവരുടെ അടിസ്ഥാനപരമായ ഉത്തരവാദിത്വം നിറവേറ്റുവാൻ തയ്യാറായി. അധികാരത്തിൻ്റെ ഉത്തുംഗ സംഘത്തിൽ നിന്നുകൊണ്ട് തങ്ങൾക്ക് നേരെ കൊഞ്ഞനം കുത്തിയ ചക്രവർത്തിയെ അവർ ജനാധിപത്യത്തിൻ്റെ പ്രാഥമിക പാഠങ്ങൾ പഠിപ്പിച്ചു. കേരളത്തിൽ പിണറായി സർക്കാരിനും ഈ ജനവിധി വലിയ പാഠമാണ് നൽകുന്നത്. കോൺഗ്രസിന് അനുകൂലമായ വോട്ടല്ല, പിണറായിസത്തിനെതിരെയുള്ള വിധിയെഴുത്താണ് ഇത്തവണ കേരളത്തിലുണ്ടായത്. പിണറായിയോടുള്ള അമർഷമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ ലീഡിൻ്റെ ആധാരം. അതിൽ കോൺഗ്രസ്സുകാർക്ക് അമിതമായി സന്തോഷിക്കേണ്ട യാതൊരു കാര്യമില്ല എന്ന സാരം. പിണറായിയോടുള്ള ആ അമർഷം എന്ന കൊടുങ്കാറ്റിലാണ് KK ശൈലജയും തോമസ് ഐസക്കും MV ജയരാജനും ഇളമരം കരീമും വിജയരാഘവനും പന്ന്യൻ രവീന്ദ്രനും സുനിൽകുമാറും ഒക്കെ കടപുഴകി വീണത്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി നേടിയ വിജയം BJPയുടെയോ സംഘപരിവാറിൻ്റെയോ വിജയമാണെന്ന് പറയാനാവുമോ? പറ്റില്ല. സംഘപരിവാറിൻ്റെ ശാഖകളിൽ പരിശീലിപ്പിക്കപ്പെട്ട് പുറത്തിറങ്ങിയ അടിമുടി കാവിയിൽ പൊതിഞ്ഞ പ്രത്യയശാസ്ത്രമാണ് സുരേഷ് ഗോപിയെ നയിക്കുന്നതെന്ന് പറയാനാവില്ല. അഭിനയം പോലെ എത്തപ്പെട്ടതാണ് സുരേഷ് ഗോപി. കരിമന്നൂരിൽ പിണറായി സർക്കാർ പുലർത്തിയ കുറ്റകരമായ അനാസ്ഥ, മകൾക്കെതിരെയുള്ള കോഴ വിവാദം ഉൾപ്പെടെ രാഷ്ട്രീയ മൂലധനമാക്കാൻ സുരേഷ് ഗോപിക്കും BJPക്കും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ CPM വിരൽ ചൂണ്ടേണ്ടുന്നത് ആരുടെ നേർക്കാണെന്ന് പ്രത്യേകം പറയേണ്ടതുണ്ടോ? കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതാദ്യമായി താമര വിരിയിപ്പിക്കുവാൻ സുരേഷ് ഗോപിയിലൂടെ BJPക്കായി എന്നത് ചെറിയ കാര്യമല്ല. കൂടെയുള്ളവരുടെ തന്നെ പാരകൾക്കിടയിൽ എത്രയോ കാലമെടുത്ത് അടിത്തട്ടിൽ കിടന്ന് പണിയെടുത്തതിൻ്റെ ഫലമാണിത്. 1 ലക്ഷത്തോളം പുതിയ വോട്ടുകളാണ് ഇത്തവണ തൃശ്ശൂർ മണ്ഡലത്തിൽ തന്നെ ചേർക്കാൻ കഴിഞ്ഞതെന്ന് കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി ആവർത്തിക്കുന്നുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് ഗോതയിൽ RSS എന്ന പ്രതിയോഗിയെ മറന്നുകൊണ്ട് പരസ്പരം പോരടിച്ചപ്പോൾ CPMനും കോൺഗ്രസിനും കൊടുക്കേണ്ടി വന്ന കനത്ത വില കൂടിയാണ് തൃശ്ശൂർ. UDFനും LDFനും തൃശ്ശൂർ ഒരു വലിയ പാഠമാണ്. ഈ പാഠം അവഗണിച്ചാൽ കാലവും ചരിത്രവും ഇരു മുന്നണികളോടും പെരുമാറുന്നത് മൃദുവായിട്ടായിരിക്കില്ല എന്ന് സാരം. സകല പ്രതിച്ഛായയും നഷ്ടപ്പെട്ട പിണറായി വിജയനെ മുഖ്യമന്ത്രി സ്ഥാനത്തിരുത്തി 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിടുന്നത് എത്രമാത്രം അനുകൂലമാകുമെന്ന് CPMന് തീർച്ചയായും ആലോചിക്കേണ്ടി വരും. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19 സീറ്റുകൾ നഷ്ടപ്പെട്ടതുപോലെയല്ല ഈ തിരിച്ചടി. 5 കൊല്ലം മുമ്പ് പിണറായി വിജയന്റെ പ്രതിച്ഛായ വലിയൊരു പരിധിവരെ സുഭദ്രമായിരുന്നു. അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിൻ്റെയും കരിനിഴൽ അന്ന് പിണറായിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ 2021 തുടർഭരണം കിട്ടിയതോടെ പാർട്ടിക്ക് മുകളിൽ പിണറായിയുടെ കുടുംബം വരുന്ന അവസ്ഥയുണ്ടായി. പാർട്ടി സെക്രട്ടറി പോലും പിണറായിയുടെ കാവൽപ്പട്ടിയായി മാറി. പറയുമ്പോൾ കുരയ്ക്കുക, ക്യാപ്സൂൾ നോക്കി കുരയ്ക്കുക എന്ന അവസ്ഥയിലേക്കായി. KK ശൈലജയെയും തോമസ് ഐസക്കിനെയും G സുധാകരനെയും ഒക്കെ വെട്ടിനിർത്തിയപ്പോൾ പകരക്കാരനായി എത്തിയവർ CPM സർക്കാരിന് ബലമാകുന്നതിന് പകരം ബാധ്യതയായി മാറുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. മാസപ്പടി വിവാദവും ദല്ലാൾ മുതലാളിത്തരവും സർക്കാരിനെ ഇരുട്ടിലാഴ്ത്തി. മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് രക്ഷാകവചം ഒരുക്കേണ്ടി വരുന്ന ഗതികേടിലേക്ക് പാർട്ടി സംഘടനാ സംവിധാനം എത്തിയെന്നത് ഇനിയെങ്കിലും അണികൾ മനസ്സിലാക്കണം. തുടർഭരണം എന്ന നേട്ടം കൈകാര്യം ചെയ്ത രീതിയാണ് CPMനെ മുഖ്യമായും പ്രതിക്കൂട്ടിലാക്കിയത്. മരുമകൻ മുഹമ്മദ് റിയാസിന്റെ വളർച്ച ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വെട്ടിനിരത്തലാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന ആരോപണത്തിന്റെ മുനയൊടിക്കുന്ന ഒരു നീക്കവും CPMന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. CPM കേരളത്തിൽ നേരിടുന്ന പ്രതിസന്ധി പരിഹരിക്കുവാൻ അടിയന്തര ശ്രമം ഉണ്ടാകുന്നില്ലെങ്കിൽ അത് ഗുണം ചെയ്യുക BJPക്കായിരിക്കും. കേരളം പിടിക്കുക എന്നത് BJPക്കൊരു ഹ്രസ്വകാല പദ്ധതിയല്ല. CPMന്റെ തകർച്ചയിൽ നിന്നായിരിക്കും കേരളത്തിൽ പ്രധാനമായും തങ്ങൾ നേട്ടമുണ്ടാക്കുക എന്ന് BJPക്ക് നന്നായി അറിയാം. ബംഗാളിൽ BJPയുടെ വളർച്ചയ്ക്ക് ഗതിവേഗം നൽകിയത് CPMന്റെ വീഴ്ചയായിരുന്നു എന്നത് മറക്കരുത്. അതുകൊണ്ട് പിണറായിയെ ഇത്രയും കാലം വളരുവാൻ അവർ വിട്ടു. ഇനി ഒരവസരം അവർക്ക് കിട്ടില്ല എന്നറിയാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വൻ വിജയം കേരളത്തിൽ നിലനിർത്തുന്നു എന്നതിൽ ആഹ്ലാദിക്കുവാനും ആശ്വസിക്കുവാനും കോൺഗ്രസിന് വകയുണ്ട്. പക്ഷേ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ സ്വയം ചോദിക്കേണ്ടുന്ന ഒരു ചോദ്യം ഈ വിജയത്തിൻ്റെ ബഹുമതിക്ക് തങ്ങൾ എത്രമാത്രം അർഹരാണ് എന്നതാണ്. പിണറായി സർക്കാർ വിരുദ്ധ വികാരം ശക്തമായിരുന്നു എന്നതും BJP അനുകൂല വികാരം കേരളത്തിൽ ഉണ്ടായില്ല എന്നതുമാണ് കോൺഗ്രസിന് ഗുണകരമായത്. അതുകൊണ്ട് അവർ നന്ദി പറയേണ്ടുന്നത് പിണറായിയോടും കേരളത്തിൽ നാശത്തിന് അധ്യക്ഷത വഹിച്ച
സുരേന്ദ്രനോടുമാണ്. കുത്തഴിഞ്ഞ സംഘടനാ സംവിധാനവും ചക്കുളത്തിപ്പോരും അധികാരമോഹം പിടിച്ച കടൽക്കിഴവന്മാരുമാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ശാപം. എന്തിനും ഏതിനും കളത്തിലിറക്കാവുന്ന ഒരു സംഘം നല്ല യുവനേതാക്കൾ കോൺഗ്രസിനുണ്ട്. പക്ഷേ സംഘടനയുടെ അടിത്തറ മെച്ചപ്പെടുന്നില്ലെങ്കിൽ കോൺഗ്രസിനെ രക്ഷിക്കുവാൻ ഒരു ദൈവത്തിനുമാവില്ല. അതിന് കോൺഗ്രസിലെ മുതുകിളവന്മാർ സമ്മതിക്കുമോ എന്നതാണ് ചോദ്യം. ഇതുവരെ കണ്ടത് വെറും ട്രെയിലറായിരുന്നു. ശരിക്കുള്ള കാഴ്ചകൾ വരാനിരിക്കുന്നതേയുള്ളൂ. 2029 റിപ്പോർട്ട് വരെ റെഡിയാണ്. മീററ്റിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രധാനമന്ത്രി മോദിയുടെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു: ട്രെയിലർ തന്നെ അധികമായെന്നും സിനിമയ്ക്കുള്ള വെള്ളം അങ്ങ് മാറ്റിവെച്ചേക്കൂ എന്നും ഇന്ത്യൻ ജനത മറുപടി കൊടുത്തു എന്ന് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.